ലേസ്, ഐസ്ക്രീം, പപ്പടം, ഒടുവിൽ മന്തി, അങ്ങനെ കൊല്ലംകാരെ പറ്റി ഒരുപാട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. CPM-ന്റെ CPM ജനറൽ സെക്രട്ടറി MA ബേബിയും ഒരു കൊല്ലംകാരനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഈ കൊല്ലത്തെ പറ്റി ഇങ്ങനെ കുറേ കഥകൾ വരുന്നു. അപ്പം സഖാവിൻ്റെ അഭിപ്രായം? അല്ല, ഇതിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും, ഇന്ത്യയുടെയോ കേരളത്തിൻ്റെയോ ഏത് ഭാഗത്തും എന്ന പോലെ നല്ല ആളുകളും മോശക്കാരുമുണ്ട്. പക്ഷേ കൊല്ലക്കാരെന്ന് പറഞ്ഞാൽ അവരെല്ലാം മോശക്കാരാണ് എന്ന് പറഞ്ഞ് ചിത്രീകരിക്കുന്നത് അതിന് വസ്തുതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം ഞാൻ നല്ലവനായ കൊല്ലക്കാരനാണെന്ന് അവകാശപ്പെടുന്നില്ല. എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന പോലുള്ള ദൗർബല്യങ്ങൾ എനിക്കും ഉണ്ടാവാം. പക്ഷേ കൊല്ലക്കാർ പൊതുവിൽ വളരെ നല്ല പേര് കേൾപ്പിച്ചിട്ടുള്ളവരാണ്. അതിന് ഉദാഹരണമായിട്ട് ഒരുപാട് പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. കോൺഗ്രസ്സുകാരനായിട്ടുള്ള C. കേശവൻ്റെ പേരെൻ്റെ ഓർമ്മയിൽ വരികയാണ്. കോൺഗ്രസ് നേതാവായിരുന്നപ്പോൾ തന്നെ ഒരു ശാസ്ത്ര ഉന്മുഖമായ സമീപനം എടുത്ത ആളാണ് C. കേശവൻ. അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ E. ബാലാനന്ദൻ, പോളിറ്റ് ബ്യൂറോ മെമ്പർ, തൊഴിലാളിയായിട്ട് പ്രവർത്തനം ആരംഭിച്ച എന്ത് നല്ല സ്വഭാവം ഉണ്ടായിരുന്ന ആളാണ്. N. ശ്രീധരൻ, ഒരുപാട് പേരുകൾ. അപ്പം അങ്ങനെ പ്രസിദ്ധരായിട്ടുള്ളവർ മാത്രമല്ല, കലാകാരരുണ്ട്, കവികൾ. ഈ കലാകാരന്മാരെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ പേര് പറഞ്ഞാണ് വിമർശിക്കുന്നത്. ഇവരിൽ നിന്ന് ഇതൊക്കെ മാത്രം പ്രതീക്ഷിച്ചാൽ മതി, കൊല്ലം ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ രീതിയിലുള്ള കമൻറ്റുകളോട് എന്താണ്? അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ചും ആ സ്ഥലം മോശമാണ് എന്ന് പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നില്ല. ഒരു സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുന്നതിൻ്റെ ഭാഗമായി തന്നെ കൊല്ലം ആകെ മോശക്കാരുടെ സ്ഥലമാണെന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കാൻ, അത് വസ്തുതയല്ല. ഒരു സ്ഥലവും അങ്ങനെ മോശക്കാരുടെ മാത്രമല്ല, നല്ലവരും കുറച്ച് മോശക്കാരും എല്ലായിടത്തും ഉണ്ടാവും. ഭൂരിപക്ഷം നല്ലവരായിരിക്കും ഇവിടെയും. കുണ്ടറയുന്ന വഴി കൊല്ലത്ത് പോകുന്നു, എസ് എൻ കോളേജ് പഠിച്ച് അങ്ങനെയൊക്കെ തെരുവുകളിലൂടെയൊക്കെ നടന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പം ഉണ്ടാകുന്ന എന്തെങ്കിലും വിഷമം? ഇല്ല, ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഇതറിയുന്നത്, ഈ കാര്യം തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഐസ്ക്രീമിന് വേണ്ടി അത് ശരി, കഷ്ടമാണ്. അവർ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ് കുറച്ച് ഐസ്ക്രീം എത്തിച്ചു കൊടുത്തേര്. ഓക്കെ, താങ്ക് യു. അവിടെ കൊല്ലംകാരനായിട്ടാണുള്ള CPM ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണമാണ് കണ്ടത്. കൊല്ലംകാരങ്ങനെ മോശക്കാരൊന്നും അല്ല എന്ന് MA ബേബിയും പറയുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ചന്ദ്രനൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്, ഇൻ റിപ്പോർട്ടർ, ദില്ലി.